മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാപ്പിൽ കിഴക്ക് തന്മയത്ത് മാനവ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. കാപ്പിൽ കിഴക്ക് തന്മയത്ത് മാനവ സൗഹാർദ്ദ കൂട്ടായ്മയുടെയും വിവിധ ആശുപത്രികളുടെയും സഹകരണത്തോടെയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ നേത്രപരിശോധനയും നടത്തിയത്. കാർഡിയോളജി, ന്യൂറോളജി, ജനറൽ മെഡിസിൻ, ഒപ്താൽമോളജി, ഓർത്തോപീഡിക് എന്നിവയുമായി ബന്ധപ്പെട്ടായിരുന്നു ക്യാമ്പ്. കാപ്പിൽ ഈസ്റ്റ് ജുമാ മസ്ജിദിന് സമീപം സംഘടിപ്പിച്ച ക്യാമ്പ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി കോശി ഉദ്ഘാടനം ചെയ്തു. രോഗികളായിരിക്കുന്നവർക്ക് സഹായം നൽകുകയും ഭക്ഷ്യക്കിറ്റ് വിതരണം, അതുപോലെ മെഡിക്കൽ ക്യാമ്പ്, അതുപോലെ നാട്ടുകാർക്ക് ഒത്തിരിയും സേവന സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഇവർ നൽകിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയും തിരക്കുകൾ ഉണ്ടെങ്കിൽ തന്നെയും സേവന സന്നദ്ധരായി വന്നിരിക്കുന്ന ഈ കൂട്ടായ്മയെ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് ഭാവിക്കണം. അതായത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ തന്നെ ഒരു കെടാവിളക്കുകളായി ഈ കൂട്ടായ്മ ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പ്രവർത്തനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടും ഈ ക്യാമ്പിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടൊന്നും എല്ലാവർക്കും നമസ്കാരം. തന്മയത്ത് മാനവ സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് കോയ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ആതുര സേവനം എന്നുള്ള ആ സേവനം മാറ്റി സേവനത്തിന് പകരം ഇപ്പോൾ അതൊരു വ്യവസായ സംരംഭമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും പരമ്പരാഗത രോഗങ്ങൾ കൂടാതെ ജനിതക രോഗങ്ങളായാലും വളരെയധികം വർദ്ധിച്ചു. നമ്മുടെ ഭക്ഷണശീലത്തിനകത്ത് വളരെ വലിയ മാറ്റമുണ്ടായി. വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടായി നമ്മുടെ ഭക്ഷണശീലത്തിലും ഭക്ഷണക്രമത്തിലും ഭക്ഷണങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഡി അംബുജാക്ഷി വിശിഷ്ട അതിഥിയായിരുന്നു. മുജീബ് റഹ്മാൻ, വയലിൽ സന്തോഷ്, ഷെരീഫ് കുഞ്ഞ്, ശിവലാൽ, കെ മൻസൂർ, നാസറുദ്ദീൻ, സഫീർ ഖാൻ, ഷംവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ മതവും ഒന്നാണ്. സക്കാത്ത് കൊടുക്കുന്നതും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നതും അല്ലേ? ആണോ? ഒന്നല്ലേ എല്ലാം? അപ്പോൾ സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാ മതവും ഒന്നാണ് അല്ലേ? ജാതി മത രാഷ്ട്രീയ ഭിന്നതകൾ കൊണ്ട് മനുഷ്യനെ വേർതിരിക്കുന്ന വിഭാഗീയ ചിന്തകളെ അകറ്റുവാൻ ഇത്തരം കൂട്ടായ്മയ്ക്ക് കഴിയുന്നുള്ളത് ഏറെ വ്യക്തമാണ് ഇവിടുത്തെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, കായംകുളം.